ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗർണാച്ചോ ട്രാൻസ്ഫർ വിഷയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഓർ നാപ്പോളിയിലേക്ക് പോകും എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഇതൊന്നും ഇതുവരെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 60 മില്യൺ യൂറോസിൻ്റെ ഓഫറുമായിട്ട് നാപ്പോളി കോൺടാക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓഫർ വരികയാണെങ്കിൽ ഒരുപാട് യുണൈറ്റഡ് ഫാൻസിനെ കോമൻസ് ചെയ്യുന്നത് കണ്ടോ, ഗർണാച്ചോ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് എനിക്ക് മനസ്സിലായില്ല. നിലവിൽ എന്തായാലും ഒരു 99% റാഷ്ഫോർഡ് എന്തായാലും ടീം വിടും എന്നുള്ളത് കൺഫേം ആണ്. റീസെൻ്റ്ലി അമോറിമിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇതുവരെ അമോറിം ഒരു പ്ലേയിങ് ടൈം പോലും റാഷ്ഫോർഡിന് കൊടുത്തിട്ടില്ല. അപ്പോൾ വിങ്ങറായ റാഷ്ഫോർഡ് പോവുകയാണെങ്കിൽ ഗർണാച്ചോ ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, റൈറ്റ് വിങ്ങറായിട്ടും കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഗർണാച്ചോയോട് പോവുകയാണെങ്കിൽ ഏത് പ്ലെയറിനെയാണ് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ റീപ്ലേസ് ചെയ്യുക എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. പിന്നെ ഗർണാച്ചോനെ ഇങ്ങനെ വിമർശിക്കുന്നതിന് മുന്നേ ഒരുപാട് വേസ്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. അവരെ കുറിച്ചിട്ട് ആരും ഒന്നും വിമർശിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അർജൻറ്റീന ഫാൻസിനാണോ ഗർണാച്ചോ വിട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കാരണം ഒരു തരത്തിലും ഗർണാച്ചോനെ ഇങ്ങനെ വിമർശിക്കേണ്ട ഒരു കാര്യം എനിക്ക് എന്തിനാണ് വിമർശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതുവരെ വന്ന ടെൻഹാഗിൻ്റെ കീഴിലും അതുപോലെ നിസ്റ്റൽ റോയുടെ കീഴിലും അപ്പാര പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പ്ലെയർ തന്നെയാണ് ഗർണാച്ചോ. പക്ഷേ അമോറിം വന്ന സമയത്ത് അമോറിൻ്റെ ടാറ്റിക്സ് ആയിട്ട് ലിങ്ക് ആവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. പക്ഷെ എന്നാലും ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് കളിച്ച ആ ഒരു മാച്ചിൽ അസിസ്റ്റ് കൊടുക്കുകയുണ്ടായി. ഒരു ആവറേജ് പെർഫോമൻസ് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഗർണാച്ചോ പിച്ചിൽ കാഴ്ച വെക്കുന്നുണ്ട്. പക്ഷേ ഗർണാച്ചോനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ടാറ്റിക്സിലേക്ക് ചേഞ്ച് ആവുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അമോറിം 3 at the back ആയിട്ട് കളിക്കുന്ന ഒരു ഫോർമുലേഷനാണ് അമോറിമിൻ്റെ. അപ്പോൾ ഗർണാച്ചോനെ പോലുള്ള ഒരു പ്ലെയർ മാക്സിമം ഡിഫെൻസീവ്ലി ഫോക്കസ് ചെയ്ത് കളിക്കേണ്ടി വരും. ഇപ്പോൾ റീസെൻ്റ്ലി കളിച്ച ഒരുപാട് മാച്ചസിൽ അത് ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഗർണാച്ചോ ഇങ്ങനെ ഡിഫെൻസീവിലേക്ക് അത്ര വലിയൊരു എഫേർട്ട് ഇടുന്ന ഒരു പ്ലെയർ അല്ല. പക്ഷേ അമോറിം വന്നതിന് ശേഷം അതൊരു എക്സ്ട്രാ ഡ്യൂട്ടിയാണ് ഗർണാച്ചോനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കുറച്ച് ടൈം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും സക്സസ് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു റൊണാൾഡോ കൊടുത്ത ഒരു ബിൽഡപ്പിലാണ് എല്ലാവരും ഇപ്പോഴും ഗർണാച്ചോനെ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും ഇത്രയും ഹൈപ്പ് കാണാനുള്ള മെയിൻ റീസൺ റൊണാൾഡോ തന്നെയാണ്. പക്ഷേ റൊണാൾഡോൻ്റെ അതേ റേഞ്ചിൽ തന്നെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഗർണാച്ചോ വരണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമോശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോൾഷ്യർ വരുന്ന ആ ഒരു സമയത്ത് വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 7 മാച്ചോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൺബീറ്റഡ് ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 പോട്ട് ഒരു 5 മാച്ച് ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ വിമർശനം പറ വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് കോച്ചിനെ സാക്ക് ചെയ്യും. അങ്ങനെ മിസ്സായി പോയൊരു പ്ലെയറാണ് മെക്ടോമിനിയെ കുറിച്ച് ഇപ്പോഴത്തെ ഒരു ഫോം നോക്കുകയാണെങ്കിൽ നാപ്പോളിയുടെ മാച്ചസ് വാച്ച് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. പുള്ളിക്കാരൻ ആ ഒരു ടീമിൽ ഇടുന്ന ഒരു എഫേർട്ടും ഒരു പെർഫോമൻസും ആ ടീമിലേക്ക് പോയതിന് ശേഷം ഈ അമോറിമിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വർഷം എന്തായാലും സമയം കൊടുക്കും. ഒരു വർഷം കഴിഞ്ഞിട്ടും വലിയ രീതിയിൽ യുണൈറ്റഡിൻ്റെ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചാമ്പ്യൻസ് ലീഗൊക്കെയാണ്, പ്രീമിയർ ലീഗൊക്കെയാണ് ഒരു ചെറിയ സമയം കൊണ്ട് റിസൾട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. സോൾഷ്യർ വന്ന സമയത്ത് ഒന്ന് ആലോചിക്കണം, ചാമ്പ്യൻസ് ലീഗ് യോഗ്യത വരെ കിട്ടിയ ഒരു ടീമായിരുന്നു സോൾഷ്യർ വന്ന ഒരു സമയത്ത്. പക്ഷേ റീസെൻ്റ്ലി വലിയ ബിഗ് മാർജിനിൽ തോൽവി വഴങ്ങിയതിന് ശേഷമാണ് സോൾഷ്യറെ സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോൾഷ്യർ വന്നതിന് ശേഷം ടെൻഹാഗ് വന്നതിന് ശേഷം റൊണാൾഡോനെ എടുത്ത് കളഞ്ഞു. റൊണാൾഡോ ഇപ്പോൾ ആ ഒരു സമയത്തിന് ശേഷം ഇപ്പോൾ നല്ലൊരു ഫോമിൽ തന്നെയാണ് റൊണാൾഡോയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അമോറിമിൻ്റെ സിസ്റ്റത്തിന് സെറ്റായില്ല എന്ന് പറഞ്ഞിട്ട് ഗർണാച്ചോനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അമോറിമിനെയും സാക്ക് ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ
ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. വിമർശിക്കുമ്പോൾ കുറച്ച് ചിന്തിച്ചിട്ട് വിമർശിക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. റീസെൻ്റ്ലി ഉള്ള ഒരു റിസൾട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ചെറിയൊരു ഡൗൺ ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് വിമർശിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.